ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതിയുടെ വക്കീലിനി ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകൻ. നിയമനത്തിൽ വൻ വിവാദം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ KV പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ച സർക്കാർ നീക്കം വിവാദത്തിൽ. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ എന്ന പദവി പ്രത്യേകമായി നൽകി പ്രദീപിനെ നിയമിച്ച തീരുമാനമാണ് ഇപ്പോൾ സംശയമുനയിൽ ആയിരിക്കുന്നത്. ഇതുവരെ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ മാത്രമേ ദേവസ്വം വകുപ്പിന് ഉണ്ടായിരുന്നുള്ളൂ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. UP നോയിഡ സ്വദേശി സൗരവിനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ലോണാപ്പ് ടെലികോളറാണ് പ്രതി. നിതിൻ രാജിനെ ഭയപ്പെടുത്തി പണം തിരിച്ചടയ്ക്കാൻ പ്രേരിപ്പിച്ചുവെന്നാണ് FIR. മാനസികമായി പീഡിപ്പിച്ചുവെന്നും FIR-ലുണ്ട്. കാട്ടാക്കടയിൽ ഒരാൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതിന് പിന്നാലെ ബേക്കറിയിൽ നിന്ന് ശേഖരിച്ച ജ്യൂസ് സാമ്പിളിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ബേക്കറി അടപ്പിച്ചു. ഓറഞ്ചിന്റെ രുചിയോടുകൂടിയ ജ്യൂസിന്റെ സാമ്പിൾ മെയ് 29-നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനയ്ക്ക് വഞ്ചിയൂരിലെ ലാബിൽ എത്തിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതോടെ ഉദ്യോഗസ്ഥർ എത്തി ബേക്കറി താൽക്കാലികമായി അടപ്പിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. തിരുവനന്തപുരം കല്ലമ്പലം ഭാഗത്ത് വയോധികയെ തെരുവുനായ ആക്രമിച്ചു. പനി ബാധിച്ച വീടിനുള്ളിൽ കഴിഞ്ഞ 65-കാരിയായ ഗിരിജയാണ് തെരുവുനായ കടിച്ചത്. നായ വീടിനുള്ളിൽ കയറി ആക്രമിക്കുകയായിരുന്നു. തുറന്നുകിടന്ന വാതിലിലൂടെയാണ് നായ അകത്ത് കയറിയത്. നായയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ കയ്യിൽ കടിക്കുകയായിരുന്നു. പരിക്കേറ്റ വയോധികയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സമൂഹമാധ്യമ പോസ്റ്റുമായി ബന്ധപ്പെട്ട BJP നേതാവ് മേജർ രവിക്കെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും പോലീസ് മേധാവിക്കും പരാതി നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ പിണറായി വിജയൻ എത്തിയതുമായി ബന്ധപ്പെട്ട മേജർ രവി നടത്തിയ പരാമർശത്തിനെതിരെയാണ് പരാതി. മേജർ രവി നടത്തിയ വസ്തുതാവിരുദ്ധവും അപകീർത്തികരവുമായ പരാമർശവും തുടർന്ന് നടന്ന നവമാധ്യമ പ്രചാരണവും അന്വേഷിക്കണമെന്നാണ് പിണറായി വിജയന്റെ ആവശ്യം. നടൻ സലീം കുമാറിന് അന്തിമോപചാരം അർപ്പിക്കാൻ VD സതീശൻ എത്തിയതുമായി താരതമ്യപ്പെടുത്തിയായിരുന്നു മേജർ രവിയുടെ പരാമർശം. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കൊച്ചിയിൽ നടത്തിയ പരിശോധനയിൽ MDMA-യുമായി യുവാവും യുവതിയും പിടിയിൽ. കൊല്ലം സ്വദേശി മുഷഹീബ്, തൃശൂർ സ്വദേശി ആഷിക തൻവീർ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 6.03 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഇതിനു പുറമെ പെരുമ്പാവൂരിൽ ലഹരി വിൽപ്പന നടത്തിയ സ്ത്രീയും പിടിയിലായി. അസം സ്വദേശി നജ്മ ബീഗമാണ് പിടിയിലായത്. ഇവർ പരസ്യമായി ലഹരി കുത്തിവെക്കുന്നതിന്റെയും വിൽക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കേരളത്തിൽ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം വരുത്തി കാലാവസ്ഥാ വകുപ്പ്. നിലവിൽ 9 ജില്ലകളിലാണ് വിവിധ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ കണ്ണൂർ ജില്ലയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുള്ളതിനാൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൂടാതെ തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ നാളെ മുതൽ സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുമെന്നാണ് പ്രവചനം. നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 3 വടക്കൻ ജില്ലകളിൽ മാത്രമായിരിക്കും യെല്ലോ അലർട്ട് നിലവിലുണ്ടാവുക. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ജാമ്യം നിഷേധിച്ച് 2026 ജനുവരി 5-ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെ ഉമർ ഖാലിദ് നൽകിയ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളി. വിധി പുനഃപരിശോധിക്കാൻ തക്കവണ്ണമുള്ള നല്ല തെളിവുകളോ മതിയായ കാരണങ്ങളോ ഹർജിയിൽ കണ്ടെത്താനായിട്ടില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. 2026 ജനുവരി 5-ന് ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, NV അഞ്ജരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ ഗ്രനേഡ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ 2 സൈനികർക്ക് പരിക്കേറ്റു. പരിശീലനത്തിനിടെ അബദ്ധത്തിൽ ഗ്രനേഡ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:30 പൂഞ്ചിലെ നിയന്ത്രണ രേഖയായ ലൈൻ ഓഫ് കൺട്രോളിന് സമീപമായിരുന്നു സ്ഫോടനം. പരിക്കേറ്റ സൈനികരെ ഉടൻ തന്നെ 425 ഫീൽഡ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇരുവരുടെയും നില തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടുകൾ.
3 വർഷത്തിലധികമായി കോമയിൽ കഴിയുന്ന തായ്ലൻഡ് രാജകുമാരി അന്തരിച്ചു. മഹാവങ്കിരലോങ്കോൺ രാജാവിന്റെ 7 മക്കളിൽ മൂത്തയാളായ ബജ്രാകിതിയാഭയാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. ബാങ്കോക്കിലെ ആശുപത്രിയിൽ വെച്ച വ്യാഴാഴ്ച വൈകുന്നേരമാണ് മരണം സംഭവിച്ചതെന്ന് വെള്ളിയാഴ്ച കൊട്ടാരത്തിൽ നിന്ന് പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. രാജകുമാരിയുടെ നിര്യാണത്തെ തുടർന്ന് രാജ്യത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.